ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രാവൽ വീഡിയോ ആണ്. മൂകാംബികയ്ക്കാണ് പോകുന്നത്. കൊല്ലൂർ മൂകാംബിക, കർണാടകയിലുള്ള. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മൂകാംബികയുടെ വീഡിയോസ് 1-2 ഇട്ടിട്ടുണ്ട്, മൂകാംബിക പോകുന്ന വീഡിയോസ്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രം ടു മൂകാംബിക ഇതുവരെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പോൾ സമയം രാവിലെ 11 മണി. 770 കിലോമീറ്ററോളം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഗൂഗിൾ മാപ്പ് തരുന്നത് 19.5 മണിക്കൂറാണ്. റോഡ് പണി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. വീഡിയോ ലൈക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ, കാരണം വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ പട്ടം സിഗ്നലിലാണ് ഉള്ളത്. രാവിലെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. കേശവാസുരം എത്തിയിട്ടുണ്ട്. കേശവാസുരത്തിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുത്താണ് ഇന്ന് പോകാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമ്മളെ ഹൈവേ, നാഷണൽ ഹൈവേ 66 എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ തന്നെ പല സ്ഥലത്തും പൊളിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് MC റോഡ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. NH-ന്റെ പണി നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏകദേശം കുറേ ദൂരം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും ഇത് വഴിയാകും. അപ്പം ആക്ച്വലി നമുക്ക് ട്രിവാൻഡ്രം ടു മൂകാംബിക പോകാൻ ദൂരം കുറവ് ഹൈവേ വഴി, അതായത് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താണ്, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ വഴി, ഈ പൊന്നാനി വഴി പോയി കോഴിക്കോട് കയറുന്ന റൂട്ട് തന്നെയാണ് ഷോർട്ടസ്റ്റ് റൂട്ട്. പക്ഷേ ഇപ്പം ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ റൂട്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതുവഴി ട്രാവൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമ്മൾ വെമ്പായം വഴി വെഞ്ഞാറമൂട് ജംഗ്ഷൻ എത്തിയിട്ടില്ല. നമ്മൾ മറ്റേ കഴക്കൂട്ടം വെഞ്ഞാറമൂട് റോഡ്, അതായത് പുതിയ MC റോഡിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് നമ്മൾ വെഞ്ഞാറമൂട് എത്താൻ വേണ്ടി 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പം മണി 12 നമുക്കിനി കുറച്ചുകൂടെ പോയിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? 1 മണിക്കൂറോടെ ഓടിയിട്ട് ഫുഡ് കഴിക്കാം. നമ്മൾ ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത, നമ്മൾ പതിവില് വിപരീതമായി കഴിക്കാനുള്ള ഫുഡ്, ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയുണ്ട്. ചെറിയ മഴയുണ്ട്. മൊത്തത്തിൽ മൂടിയ ക്ലൈമറ്റ് ആണ് ഇന്ന്, മേഘാവൃതമായ ക്ലൈമറ്റ്. പക്ഷേ മംഗലാപുരത്ത് ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ നല്ല ചൂടാണെന്നാണ് പറഞ്ഞത്, മഴയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ ചടയമംഗലം കഴിഞ്ഞു, കിളിമാനൂര് കഴിഞ്ഞ് ചടയമംഗലം കഴിഞ്ഞു. അടുത്ത ജംഗ്ഷൻ ആയൂരാണ്. അമ്മ എന്ത് ചെയ്യണ്? ആണോ, ഉറങ്ങാൻ തുടങ്ങിയ? പിന്നെ എന്ത് ചെയ്യുന്നു? ഉറങ്ങാൻ ട്രൈ ചെയ്യുന്ന? അപ്പൊ ഈ പുറത്തുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ലേ? നമ്മളിപ്പം ആയൂരെത്തി അല്ലേ? ആയൂര് വെയിലില്ലാത്തോണ്ട് വലിയ ചൂടൊന്നും വെയിലില്ലാത്തോണ്ട് നമുക്ക് വലുതായിട്ട് ചൂട് അനുഭവപ്പെടുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ AC ഉണ്ടെങ്കിലും നമുക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്. ഈ നോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ണിനും ഭയങ്കര സ്ട്രെയിൻ ആണ്. അതുപോലെ തന്നെ AC ഉണ്ടെങ്കിൽ അതിന്റെ ചൂട് നമുക്ക് ചൂട് സൈഡിൽ നിന്നൊക്കെ നമുക്ക് ചൂട് കിട്ടും. ഇതിപ്പം നല്ലൊരു ക്ലൈമറ്റ് ആണ്. പക്ഷെ ഇങ്ങനെ നിൽക്കണം. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാവും, ബുദ്ധിമുട്ടാവും നമുക്ക്. മഴയും വേണ്ട വെയിലും വേണ്ട, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അതാണ് നമുക്ക് ഈ ട്രാവൽ ചെയ്യാൻ ഏറ്റവും എപ്പോഴും നല്ലത്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള പ്രധാന കാര്യം എന്താണെന്നറിയോ? നമ്മൾ പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള അതേ മാനസികാവസ്ഥയായിരിക്കണം നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെയും. നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് ടെൻഷൻ ആവാനോ നമുക്ക് ബോറടിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയൊന്നും ഉള്ളവർ അധികം ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരേ മൂഡായിരിക്കണം. കാരണം എപ്പോഴും എല്ലാ സെക്കൻഡും നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടിരുന്ന് തന്നെയാണ് ഡ്രൈവ് ചെയ്യാനുള്ളത്. അപ്പം നമ്മളെ മൂഡ് മാറി നമ്മൾ ഡിസ്റ്റർബ്ഡായി അങ്ങനെയൊന്നും വരരുത്. ലോങ് ഡ്രൈവ് പ്രത്യേകിച്ച്. അപ്പം ചെറിയ ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ടെൻസ്ഡ് ആവുന്ന ആളുകളുണ്ട്. 1.5 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് ആലപ്പുഴ വരെയൊക്കെ ഡ്രൈവ് ചെയ്തപ്പോഴും അങ്ങനത്തെ പ്രശ്നം. വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആണ് ടെൻഷൻ. വണ്ടി കയറുന്നതിന് മുന്നേ താക്കോല് കൈ കിട്ടി കയറുന്നവരാണ് നിനക്ക് മെയിൻ ടെൻഷൻ. അത് കഴിഞ്ഞ് നീ ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പം നിന്റെ ആ ടെൻഷൻ അങ്ങ് മാറണുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇത് ചില ആളുകൾ ഭയങ്കരമായിട്ട് ഒരു വണ്ടി അങ്ങോട്ട് പോയി ഒരു വണ്ടി ഇങ്ങോട്ട് പോയി ഒരാൾ കുറുകെ ചാടിക്കഴിഞ്ഞാൽ അതിന് ടെൻഷനാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ റോഡിലെ ആളുകളെല്ലാം പല രീതിയിൽ ബിഹേവ് ചെയ്യും.
നമ്മൾ അതിനെല്ലാം ഇങ്ങനെ തരണം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ളത്. നമ്മളെവിടെ എത്തി? നമ്മളിപ്പോ പന്തളം കഴിഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? നല്ല വിശപ്പാണ്. ആണോ? നല്ല ഉറക്കമായിരുന്നല്ലോ. ഞാൻ പിന്നെ അതാണ് വിളിക്കാത്തത്. 2 മണിയായി. 2 മണിയായി. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി നിർത്തി കഴിക്കാം. കുറച്ചാണല്ലോ മരമൊക്കെ ഉള്ള എവിടെയെങ്കിലേ ആളൊഴിഞ്ഞ സ്ഥലത്ത്. അമ്മൂന് നല്ല വിശപ്പായ. അമ്മ എന്റെ അടുത്ത് കുറച്ചേരത്ത് ചോദിച്ചു, അച്ഛാ നമുക്ക് കഴിക്കണ്ടേ, വിശക്കുന്നില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ ഉള്ളൂ 1 മണിക്കൂർ. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂര് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് റോഡിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി ഫുഡ് കഴിക്കണം. വീട്ടിൽ നിന്നുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പറമ്പിലുള്ള ചതുരപ്പയർ തോരൻ, ചോറും എല്ലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം സമയം ഇപ്പം 2:50. ഫുഡടി കഴിഞ്ഞു. നമ്മൾ തിരിക്കുന്നു. എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ എടുത്ത് അല്ലേ? 3/4 മണിക്കൂർ കൂടുതൽ ഇവിടെ സമയം പോയി നമ്മുടെ. അപ്പോൾ നമുക്ക് പോവാം. ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ഓക്കെ അമ്മു? സീറ്റ് ബെൽറ്റ് ഇട്ടോ? ഓക്കെ. നമ്മൾ കോട്ടയം എത്താറായിട്ടുണ്ട്. സമയം 3:40. അക്ഷരനഗരിയിലേക്ക് സ്വാഗതം. കോട്ടയത്തിനാണല്ലേ നമ്മൾ അക്ഷരനഗരി എന്ന് പറയുന്നത്. അടുത്ത പരിപാടി ചായ കുടി അല്ലേ? വാഷ്റൂം ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് കയറണം അല്ലേ? ഓക്കെ. ഇത് ഒന്മയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കോട്ടയത്ത് നിന്ന് ചായ കുടി കഴിഞ്ഞു. ചായ കുടിക്കാൻ കയറിയിട്ട് വടയും ദോശയും കഴിച്ചല്ലേ? ഗീ റോസ്റ്റ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഇനി ഇവിടെ നിന്ന് 613 കിലോമീറ്റർ ആണ് മൂകാംബികയ്ക്ക് പറയുന്നത്. സമയം ഇപ്പം 4:30 നമ്മൾ ആക്ച്വലി കുറച്ച് സ്ലോ ആയി. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ അക്കോമഡേഷൻ നാളെ ഉച്ചയ്ക്ക് 12 മണി തൊട്ടേ കിട്ടിയുള്ളൂ. അവിടെ ചെക്ക് ഇൻ ടൈം 12 മണിയാണ്. 12 മണിക്ക് മുന്നേ അക്കോമഡേഷൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. കോട്ടയം ഇതുപോലെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആണല്ലേ? റെയിൽവേ സ്റ്റേഷൻ അല്ലേ? റെയിൽവേ സ്റ്റേഷൻ. യെസ്, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കണ്ട അങ്ങനെ ആദ്യമായിട്ട്. പല പ്രാവശ്യം ഇതിലെ വന്നിട്ടുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അതാണെന്ന് കണ്ണിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് കണ്ണിൽ പെട്ടു. ആകമ്പടം സ്ഥലത്തിന്റെ പേര്. നീ ഇങ്ങനെ സ്ഥലമൊക്കെ നോക്കി പറഞ്ഞാ? ഞാൻ വണ്ടി ഓടിപ്പം സ്ഥലം നോക്കലും എല്ലാം കൂടെ നടക്കൂല. ഇപ്പൊ കഴിഞ്ഞ സ്ഥലത്തിന്റെ പേര് കണ്ടായിരുന്നോ? ഇല്ല. ചവിട്ടുവരി. ചവിട്ടുവാരിയാ? ചവിട്ടുവരിയാണോ ചവിട്ടുവാരിയാണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പേര് കാണുന്നത്. ഓക്കെ. ഇപ്പം നീ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓണായതല്ലേ? ഞാൻ ഇത്രയും സമയം ഉറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ നിനക്കൊരു കറക്കം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് ടയേർഡ് ആയിട്ടാണ്. ഉറക്കം കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് ഓണായില്ല. ഇപ്പൊ ചായ കുടി ഓണായത്. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലത്തിന്റെ പേര് സംക്രാന്തി. സംക്രാന്തിയാ? ഇതാണോ സംക്രാന്തി? നമ്മളിപ്പോ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ അല്ലേ ഇത്? ചെറിയൊരു ബ്ലോക്ക് ഉണ്ടല്ലോ. ഓക്കെ. അങ്കമാലി നേരെ പാല റൈറ്റ് അല്ലേ? ആതിരമ്പുഴ ലെഫ്റ്റ്. ഏത് അത് അവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന അമ്മു? അത് അറിഞ്ഞൂടാ കേട്ടോ. അവിടെ ഒരു ചർച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ചർച്ചിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും. പോലീസുകാരെ നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് പോവാം. താങ്ക് യു. പെട്ടെന്ന് ഇരുട്ടി. 6 മണി കഴിഞ്ഞപ്പോഴേ ഒരു 6:05 ഒക്കെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇരുട്ടി. 5 മിനിറ്റ് കൊണ്ട് ഇരുട്ടായി. ഇപ്പം 7:25 കഴിഞ്ഞല്ലേ? സോറി 6:25 കഴിഞ്ഞു. പെരുമ്പാവൂര് കഴിഞ്ഞു. ഇനി ഒരു 13 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് അങ്കമാലിക്ക്. നമ്മളിപ്പം കാലടി പാലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ പാലത്തിന്റെ ഈ വീതി കണ്ട? ഇത് പഴയ പാലമാണ്. അപ്പൊ ഈ പാലത്തിന്റെ വീതി കുറവ് കാരണം ഈ പാലം എത്തുന്നതൊരു ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു 20 മിനിറ്റോളം നമ്മൾ ബ്ലോക്കിൽ കിടന്നാണ് ഇപ്പൊ ഇവിടെ എത്തിയത്. ഭയങ്കര ഹെക്ടിക് ട്രാഫിക് ആയിരുന്നു ഇവിടെ. ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഒരിടത്തും ഇങ്ങനെ ഹോൾഡ് ആയില്ല നമ്മൾ. ഇപ്പം നല്ല ഇരുട്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെയുള്ള വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി യാത്ര നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വരുന്നത് വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.